അപ്പൊ പോവാലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലെത്താ. ബാക്കി വല്ലതുണ്ടാ വേണമെങ്കിൽ ആലുവയിൽ ഇറക്കാം. കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ. ഹലോ, എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസ്കറ്റിൽ പോയ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈദ് ഹോളിഡേയ്സിനാണ് മസ്കറ്റിലോട്ട് പോണത്. ചൊവ്വാഴ്ച പോകാമെന്നാണ് വിചാരിച്ചെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു തിങ്കളാഴ്ച പോകാമെന്നുള്ളത്. അപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് ഒരു ഉച്ച സമയമായപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. കാരണം അവിടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്കാണ് ഡോക്ടർ ഇരിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് അവിടെ എത്തണം. ഇന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക ശനിയാഴ്ചയാണ്, ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഇന്ന് തന്നെ പോകാന്നുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30 സമയമായപ്പോഴേക്കും നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ഉണ്ട്. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. ജസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കാറ് നിർത്തിയേക്കുന്നത്, അല്ലാതെ എവിടെയും നിർത്തിയിട്ടില്ല. ഒരൊറ്റ പോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈദ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മസ്കറ്റിലോട്ടുള്ള ട്രാവലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ റോഡിൽ ഇത്രയ്ക്കധികം വണ്ടിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പൊ മഴ കഴിഞ്ഞിരിക്കുന്ന കാരണമായതുകൊണ്ട് ശരിക്കും നാട്ടിലത്തെ ഒരു ഫീലാണ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നത്. പാടം പോലെയാണ് കേട്ടോ നിൽക്കണത്, പച്ചപ്പൊക്കെ ആയിട്ട്. പച്ചപ്പായതുകൊണ്ട് തന്നെ നിറച്ച് ഒട്ടകങ്ങളും ഉണ്ട് അവിടെ. ഈ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഇപ്പം ഇഷ്ടമാവുമെങ്കിലും രാത്രിയാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. നിറയെ ഒട്ടകങ്ങളാണ്. അപ്പൊ നമുക്ക് പോണ വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അത്യാവശ്യം പൊടിക്കാറ്റും ഉണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. റോഡിലൊക്കെ കണ്ടു, ഇതൊക്കെ പൊടിക്കാറ്റിന്റെയാണ്. മേലോട്ട് അധികം ഉണ്ടായിരുന്നില്ല, താഴത്തോട്ടാണ്. അതിന്റെ പേരിൽ നമുക്ക് കാണാനൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7:45 ആ ഒരു സമയമായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും ഉണ്ട് കേട്ടോ. അവര് നാട്ടിലോട്ട് പോവാണ്. അവരെ ഫ്ലൈറ്റ് വന്നത് ചൊവ്വാഴ്ച നൈറ്റ് ആണ്. അപ്പൊ അവർക്ക് പർച്ചേസിനായിട്ടാണ് അവർ മസ്കറ്റിലോട്ട് നേരത്തെ പോണത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും അയ്യാനും കൂടി ബാക്കിലോട്ട് പോയിട്ടുണ്ടായിട്ടോ. ഇവൻ ഉറങ്ങാനായാലും കളിക്കാനായാലും കുറച്ചും കൂടി സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റണത് ബാക്കിലാന്ന് തോന്നി. അപ്പൊ ഞങ്ങള് ബാക്കിലോട്ട് മാറാണ് ചെയ്തത്. അപ്പൊ പോണ വഴിയിലെ ചില ക്ലിപ്പുകൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും ദൂരം ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വയ്ക്കാണ്ടായിണ്ടായി. കാരണം ഒരു ചായ പോലും കുടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ലാസ്റ്റ് പേടിയാവാതെ തന്നെ ചെയ്ത് കാറെങ്ങാനും കത്തിപ്പോന്ന്. ജസ്റ്റ് പെട്രോൾ അടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തിയെന്നല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവരുടെ ഒപ്പം നമുക്ക് പർച്ചേസിന് പോകാന്നൊക്കെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തി ഡോക്ടറെ കണ്ട് ഏകദേശം ഒരു 9:30 ആ ഒരു സമയമായി നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത്. അപ്പൊ അവര് നേരെ ലുലുവിലോട്ട് പോവാ. അവിടെയാണ് അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണെങ്കിലും അയാനെ കൊണ്ട് യാതൊരു വക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് അവൻ ശരിക്കും അവിടെ ഇരിക്കില്ല, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകും, പ്രശ്നമാവും എന്നൊക്കെയാണ്. പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏകദേശം അവിടെ നിന്ന് 9:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ഫുഡ് കഴിച്ച് 9:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങുന്ന ടീംസാണ്. അപ്പൊ അതിൻ്റെതായ ഫുഡ് കഴിക്കാത്തതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, നേരെ അവരുടെ അടുത്ത് ലുലുക്കാണ് പോയത്. പക്ഷെ മണ്ടത്തരം പറ്റിയതാണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ടോ ജസ്റ്റ് ജ്യൂസെങ്കിലും കുടിച്ചിട്ട് ഒന്ന് പോയാൽ മതിയെന്ന്. പക്ഷെ ഞങ്ങൾ അതൊന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് ലുലുന്ന് ഇറങ്ങണത് ഏകദേശം 12 മണി 12:30 ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങണത്. ആ ഒരു സമയമായപ്പോഴേക്കും അയാനും അവശതയായിട്ടുണ്ടായി, അമൃതേട്ടനും അതിനേറെ അവശതയായിട്ടുണ്ടായി. 7 മണിക്ക് ഫുഡ് കഴിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഗ്യാസ് കയറലും പ്രശ്നങ്ങളൊക്കെ ആയി. തിരിച്ച് റൂമിലേക്ക് എത്തിയത് എങ്ങനെയാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ടായില്ല. വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കൂടെ ഉണ്ടായ ചേട്ടനാണ് വണ്ടി ഓടിച്ച് ഞങ്ങൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് റൂം എടുത്ത സെയിം റൂമിൽ ആ സെയിം ബിൽഡിങ്ങിൽ നമുക്കും കൂടി റൂം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഞങ്ങൾ ഏകദേശം 2 ദിവസം മസ്കറ്റിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് വന്നേക്കണത്. അങ്ങനെ ദേ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമിൽ എത്തിയ ക്ലിപ്പൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 6:30 സമയമായപ്പോഴേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ പോണത് അമൃതയുടെ ഒരു മാമനുണ്ട് മസ്കറ്റില്, ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആളെ കണ്ടതിന് ശേഷം
നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 9:30-10 മണി ആകുമ്പോഴേക്കാണ് നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകേണ്ടത്. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടെന്ന് മാമൻ പറഞ്ഞു, കൃഷ്ണന്റെ. അപ്പൊ മാമനെയും കൂട്ടിയിട്ട് നമുക്ക് ആദ്യം അമ്പലത്തിൽ പോയതിനു ശേഷം 10 മണിയാകുമ്പോഴേക്കും ഡോക്ടറെ കാണാമെന്ന് കരുതി. പോണ വഴിയില്ലാന്നുണ്ടെങ്കിൽ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാമൻ പറഞ്ഞു തരായിരുന്നു കേട്ടോ, ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ. അപ്പൊ മാമനുള്ള കാര്യം നമുക്ക് മാപ്പിന്റെ ആവശ്യമില്ല. മാമൻ ഏകദേശം കുറെ വർഷങ്ങളായ കാരണം എല്ലാ വഴികളും അറിയാം. ഇവിടെ നിന്ന് നമുക്ക് മാപ്പ് രണ്ടൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ മാമനുള്ള കാരണം നമുക്ക് മാപ്പിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെ അമ്പലത്തിൽ എത്തിയപ്പോ അമ്പലത്തിൽ പോണേക്കാളും മുന്നേ എന്റെ മനസ്സിൽ നാട്ടിലത്തെ ഒരു അമ്പലത്തിന്റെ ഒക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതിന്റെ പേരിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ, പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. 1 മണിയായി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാനൊക്കെ പോയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ മാമന്റെ റൂമിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. കുറെ ആലോചിച്ചു ഇന്ന് പോകണോ അതോ നാളെ പോകണോന്നൊക്കെ. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ പോവാന്ന്. കാരണം നാളെ നമുക്ക് റിട്ടേൺ പോകണം. അപ്പൊ ഇന്നൊരു സ്ഥലം കാണാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും കൂടി ഒരു സ്ഥലം കണ്ട് അത്യാവശ്യം പർച്ചേസ് ഒക്കെ ചെയ്ത് പോവാന്നാണ് കരുതിയത്. നമ്മളിപ്പോ പോണത് വക്കാൻ വില്ലേജ് കാണാൻ വേണ്ടിയാണോ. ഇവിടെ കൂടുതലും ഇങ്ങനെ ഓൾഡ് വില്ലേജസ് ഒക്കെ തന്നെയാണ്. ഇതൊരു ഹൈ റേഞ്ചിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ 4x4 വേണം. താഴത്ത് വരെ വണ്ടി പോവെങ്കിലും ഒരു 3 കിലോമീറ്റർ നമുക്ക് ഓഫ് റോഡ് ആണ്. അപ്പൊ നമുക്ക് അവരുടെ വണ്ടി ആശ്രയിക്കേണ്ടിയിരിക്കും. 4x4 ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മേലെ കയറാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് താഴത്തുനിന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേക ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കണം. അപ്പൊ താഴത്ത് എത്തിയിട്ട് ഞങ്ങൾ 2-3 പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ നല്ലൊരു എമൗണ്ട് പറഞ്ഞെങ്കിലും പിന്നീട് അവർ നമുക്കത് ഒരു 10 റിയാലിന് കൊണ്ടുവന്നാക്കി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പൊ അതേ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. പിന്നെ പാപ്പി അയ്യോ അയ്യോ എടാ ഭ്രാന്തൻ, അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ. എന്താ ഇയാൾ കളിക്കുന്ന സുനാപ്പി എന്ത് ഇത്രേ? അയ്യോ ആ കിട്ടിപ്പോയി. അർജുന ഒന്നും പറയണോ? ആളിറങ്ങി നിർത്തണോ? പോണോ? ഒരു 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ മേലെ എത്തിയത് കേട്ടോ. കുറച്ച് ലാസ്റ്റത്തെ ആ ഷോട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതേപോലത്തെ ഉള്ള കയറ്റാർന്ന് ഫോണൊക്കെ വീഴുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേലെ എത്തിയപ്പോ പിന്നെ അധികം തിരക്കൊന്നുമില്ല, കാരണം ഏകദേശം ഒരു 4:30 ആ ഒരു സമയമായി ഉണ്ടായിരുന്നു. അപ്പൊ ചൂടുണ്ട്. പക്ഷെ മേലെ എത്തി നമ്മളൊരു 700 പടിയോളം ഇവിടെ നിന്ന് നമുക്ക് കയറാനുണ്ട്. ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം കാറ്റും ചൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ചൂട് അറിയുണ്ടായിരുന്നില്ല കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആപ്രിക്കോട്ട് പൂത്തത് കാണാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് വന്നത്. ഏതൊരു വീഡിയോസ് എടുത്താലും ആപ്രിക്കോട്ട് ഫ്ലവർ ആണ് ഫുള്ള്. അപ്പൊ അത് കാണാതെ വെച്ചാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നെങ്കിലും ചെറുതായിട്ടൊന്ന് ശശിയായി ഉണ്ടായിരുന്നു. 2 ആഴ്ചക്ക് മുന്നേ അത് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ആപ്രിക്കോട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതും പറിച്ചു വെച്ചേക്കണത്. ആപ്രിക്കോട്ട് മരങ്ങൾ കാണാൻ പറ്റുമെങ്കിലും ആ ഒരു ഫ്ലവർ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ മുന്തിരി, അനാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ. 700 പടികൾ നമുക്ക് മേലോട്ട് ഇങ്ങനെ കയറി പോകണം. ആ ഒരു വ്യൂ അത് അടിപൊളി തന്നെയായിരുന്നു. പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ലൊരു ഗ്രീനറി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു അങ്ങനെ തന്നെയായിരുന്നു. വെള്ളവും വെള്ളച്ചാട്ടവും, അതായത് കൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ അതിന്റെ സൈഡിൽ കൂടെ പോണതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്കത് ആസ്വദിക്കാൻ പറ്റിട്ടോ. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പ്രത്യേകിച്ച് ഒരു എൻട്രി ഫീസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ഫീസും ഇല്ലാതെയാണ് നമുക്ക് ഈ കണ്ട കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. ആകെ നമുക്ക് ചെലവായതാണ്, അതും 4x4 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് താഴ്ത്തുനിന്ന് വണ്ടി വിളിക്കേണ്ടി വന്നു. അതിനാകെ 10 റിയാൽ മാത്രമാണ് നമുക്ക് ചെലവായത്. അല്ലാതെ ഒരു എക്സ്പെൻസ് നമുക്ക് ഇതിന് വരുന്നില്ല കേട്ടോ. ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ
രാഘവേട്ടൻ ടോപ്പ് വരെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് കുറച്ചങ്ങോട്ട് താഴെ നിൽക്കുക ചെയ്തത്, അവിടെ ഇരിക്കുക ചെയ്തത്. ആള് മേലെ കയറിയെല്ലാം നോക്കിയിട്ടുണ്ടായി. ഇതേപോലൊക്കെ തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ആപ്രിക്കോട്ടിന്റെ മരങ്ങളും അതുപോലെ തന്നെ മുന്തിരി മനാറൊക്കെ തന്നെയാണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. കള്ളി 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 ഒമാനിലെ കള്ളീനെ കൈയോടെ പിടിച്ചിരിക്കുന്നു. ഒമാനിയന്റെ കള്ളീനെ കൈയോടെ പിടിച്ചിരിക്കുന്നു. ഈ കാണുന്നത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. എനിക്ക് ആദ്യം ഇത് മനസ്സിലായിണ്ടായില്ല, പിന്നീടാണ് മനസ്സിലായ ഉള്ളിത്തണ്ടാണെന്ന്. പിന്നെ ആപ്രിക്കോട്ട് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളിവിടെ താഴത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് അതിന്റെ മേലെ നിർത്തി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കാണാൻ പറ്റും. നേരത്തെ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് ഞങ്ങളുടെ കാറായിരുന്നു കേട്ടോ. അറ്റത്ത് കിടക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം 3 കിലോമീറ്റർ വേണ്ടി മാത്രമാണ് ഓഫ് റോഡ് ഉള്ളത്. കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ ഹൈ റേഞ്ച് തന്നെയാണ്. അപ്പൊ ഈ വേണ്ടതാണ് വണ്ടി. അപ്പൊ നമ്മളെ കൂടെ അത് 2 പേരും കൂടി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ താഴത്ത് ഇറങ്ങി. ഇപ്പൊ നമ്മൾ നേരെ പോണത് മസ്കറ്റിൽ റൂം എടുക്കാൻ വേണ്ടിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.